ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മലയാളത്തിലെ കടലോളം സ്നേഹം എന്നുള്ള യൂണിറ്റിലെ പാഠമാണ്. എൻ്റെ അമ്മ എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെ വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പാവപ്പെട്ട ഒരു കർഷക കുടുംബത്തിലാണ് എൻ്റെ ജനനം. വളരെ നേരത്തെ തന്നെ പിതാവ് യാത്ര പറഞ്ഞു. ഞാനും എൻ്റെ അനുജനും ദുഃഖിതയായ മാതാവും. വാത്സല്യം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. മാതാവിൽ നിന്ന് പോലും ലാളനയുടെ സ്നിഗ്ധഭാവങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. കുട്ടികളായ ഞങ്ങളെ വളർത്തുവാൻ അവർ കഷ്ടപ്പെട്ട് അധ്വാനിക്കേണ്ടി വന്നു. അതുകൊണ്ട് പരുപരിപ്പുകളിൽ കൂടി ഞങ്ങൾ വളർന്നു. മാതാവിൽ നിറഞ്ഞു നിന്ന നിസ്സഹായതാബോധം ചെറുപ്പത്തിലെ എന്നിലും പ്രതിഫലിച്ചു. തനിച്ചു റോഡിലിറങ്ങിയാൽ മോട്ടോർ മുട്ടുമെന്നോ കുളിക്കാൻ പോയാൽ വെള്ളത്തിൽ കൂടി ഒഴുകിപ്പോകുമെന്നോ പേടിക്കുന്ന സ്നേഹത്തിന്റെ കരുതൽ നടപടികൾ എനിക്കായി പ്രവർത്തിച്ചിട്ടില്ല. ശേഷിയുള്ളത് ശേഷിക്കുമെന്ന മട്ടിൽ ഞാൻ വളർന്നു കയറി. പരമാർത്ഥം പറഞ്ഞാൽ പണക്കാരുടെയും പരിഹാസ നിപുണരുടെയും കണ്ണുകൾക്ക് ഒരു ദുശ്ശകുനമായിട്ടാണ് എനിക്ക് വളരാൻ സാധിച്ചത്. ഒരു ദിവസം ഞാൻ ശരിക്ക് ഇപ്പോഴും ഓർക്കുന്നു. അമ്മയോട് പഴങ്കഞ്ഞി വാങ്ങി കുടിച്ച ശേഷം കൂട്ടുകാരെ തേടി ഇറങ്ങി. എൻ്റെ ഒരു അയൽക്കാരൻ എന്നോടൊപ്പം പ്രായമുള്ള അയാളുടെ മകനുമായി സ്കൂളിലേക്ക് പോകുന്നു. എന്നെ കൂടി കൊണ്ടുപോകാമോ എന്നായി ഞാൻ. അയാൾ സമ്മതിച്ചു. അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ ചേർന്നത്. ഉച്ച വിട്ടപ്പോൾ ഞാൻ അമ്മയോട് ചെന്നു പറഞ്ഞു, അമ്മേ, ഞാൻ പള്ളിക്കൂടത്തിൽ ചേർന്നെന്ന്. വിദ്യാർത്ഥിയായിരുന്നപ്പോൾ എനിക്ക് ഫീസും ആഹാരവും തരാൻ വിഷാദഭാരത്തോടു കൂടി ബുദ്ധിമുട്ടുന്ന എൻ്റെ അമ്മയുടെ ആ നിസ്സഹായാവസ്ഥയാണ് ആദ്യമായി എൻ്റെ കൊച്ചു ഹൃദയത്തിൽ ചിരട്ടത്തീ കത്തിച്ചു തുടങ്ങിയത്. അടിയുടെയും ഓട്ടത്തിൻ്റെയും ചെകുത്താൻ തീ കണ്ടതിൻ്റെയും പറങ്കിമാവിൽ നിന്ന് വീണതിൻ്റെയും ഒക്കെ ധാരാളം കഥകൾ എനിക്കിതെൻ്റെ കൂട്ടുകാരോട് പറയാനുണ്ടായിരുന്നു. ഈ സ്വാധീന ശക്തി നിമിത്തം പണക്കാരുടെ കുട്ടികൾ പോലും എൻ്റെ പരമാധികാരത്തിന് കീഴിലാണ് അന്ന് വർത്തിച്ചു പോന്നത്. 4ാം ക്ലാസ് ജയിച്ച ശേഷം എൻ്റെ കൂട്ടുകാർ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് പോയി തുടങ്ങി. എന്നെ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് അയക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു കൊണ്ടിരുന്നു. എൻ്റെ ഇംഗ്ലീഷ് സ്കൂൾ ഉപദ്രവം സഹിച്ചുകൂടാതായ ഒരു ദിവസം നല്ലത് 4 എണ്ണം തുടക്കി വെച്ച് തന്ന ശേഷം അമ്മ നൽകിയ നിർദ്ദേശം ഇതായിരുന്നു. പോയി വല്ല ജോലിയും നോക്ക്. ഇനി തീയിലും വെള്ളത്തിലും ഒന്നു പോകുകയില്ല. അമ്പാ, പടക്കുതിര കിടന്ന് പിടയ്ക്കുന്നു. അപ്പോഴാ ഞൊണ്ടിക്കുതിര. അടികൊണ്ട് ഞാൻ ഏങ്ങലടിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മുഖം തിരിച്ച് ആ സ്നേഹഗംഭീരയും കണ്ണുകൾ തുടയ്ക്കുന്നുണ്ടായിരുന്നു. എഴുതിയത് പൊൻകുന്നം വർക്കിയാണ്. ഞാൻ കഥാകാരനായ കഥ എന്നുള്ള ആത്മകഥയിൽ നിന്നുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ കഥയുടെ ഒരു രത്നചുരുക്കം എന്താണെന്ന് നോക്കിയാലോ. അമ്മ വിളമ്പുന്ന ചോറും ഹോട്ടലിൽ വിളമ്പുന്ന ചോറും തമ്മിലുള്ള വ്യത്യാസം നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അമ്മ ചോറിനൊപ്പം ഭക്ഷണത്തിനൊപ്പം സ്നേഹം കൂടി വിളമ്പുന്നു. ഇഷ്ടം പ്രവർത്തിച്ചും തെറ്റുതിരുത്തിയും അമ്മ നമുക്കൊപ്പം നിൽക്കുന്നു. വേദനകളും സന്തോഷങ്ങളും അനുഭവങ്ങളും പങ്കിട്ടും പരിഗണിച്ചും കരുതലായും കാരുണ്യമായും അമ്മ നമ്മുടെ സുഹൃത്തായി ഒപ്പം നീങ്ങുന്നു. ദുഃഖങ്ങളുടെ ചുമടേറ്റി പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ നീങ്ങുന്ന നമുക്ക് അമ്മയേകുന്ന തണൽ വലിയ ആശ്വാസമാകാറുണ്ട്. ദാരിദ്ര്യം മൂലം മകന്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കേണ്ടി വന്ന അമ്മയുടെ പ്രതിസന്ധിയാണ് പൊൻകുന്നം വർക്കി ഇതിൽ ചിത്രീകരിക്കുന്നത്. മകന്റെ നിരന്തരമായ ആവശ്യങ്ങൾ ഒരു ഭാഗത്തും ദാരിദ്ര്യമെന്ന യാഥാർത്ഥ്യം മറുഭാഗത്തും നിന്ന് വടംവലി നടത്തുമ്പോൾ ദേഷ്യം വന്ന് മകനെ തല്ലേണ്ടി വരുന്നു. അതേസമയം മകന്റെ ആവശ്യം നിരസിക്കേണ്ടി വന്നതുമൂലവും അവനോടുള്ള സ്നേഹം മൂലവും കണ്ണുനീർ തുടയ്ക്കുന്നു. അമ്മയുടെ ഈ നിസ്സഹായ അവസ്ഥയും കഷ്ടപ്പാടും സ്നേഹവുമെല്ലാം എഴുത്തുകാരൻ മനസ്സിൽ തട്ടുന്ന രീതിയിൽ വരച്ചിടുന്നു. ഇനി നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. കുഞ്ഞു നൊമ്പരം. പൊൻകുന്നം വർക്കി തൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഓർക്കുകയാണ്. എന്തെല്ലാം ഓർമ്മകളാണ് കഥാകാരൻ പങ്കുവയ്ക്കുന്നത്? നിങ്ങളെ ഏറെ സ്പർശിച്ച അനുഭവം ഏതാണ്? പറയൂ. ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞ കുട്ടിക്കാലമാണ് കഥാകൃത്ത് ഇവിടെ ഓർക്കുന്നത്. കുഞ്ഞിലെ തന്നെ അദ്ദേഹത്തിന് അച്ഛൻ നഷ്ടമായിരുന്നു. കുടുംബം പോറ്റാൻ പാടുപെടുന്ന തിരക്കിൽ വാത്സല്യത്തോടെ കൊഞ്ചിക്കാൻ സമയമില്ലാത്ത അമ്മയെയും ശേഷിയുള്ളത് ശേഷിക്കുമെന്ന മട്ടിൽ വളർന്നു വന്ന ബാല്യകാലത്തെയും ആരുടെയോ ഒരാളുടെ കൂടെ പോയി പള്ളിക്കൂടത്തിൽ ചേർന്ന കാലങ്ങൾ, പണക്കാരുടെയും പരിഹാസ നിപുണരുടെയും കളിപ്പാവയായി മാറിയതും, കൂട്ടുകാരെല്ലാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പോയപ്പോൾ തനിക്ക് പോവാൻ പറ്റാതിരുന്ന സാഹചര്യത്തെയും, അക്കാര്യം പറഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിയതും അമ്മ തൻ്റെ കൂട്ടത്തിൽ കരഞ്ഞതും എല്ലാം കഥാകൃത്ത് ഇവിടെ പങ്കുവയ്ക്കുന്നു. ഇതിൽ എന്നെ ഏറെ സ്പർശിച്ച സംഭവം അദ്ദേഹത്തിന് തൻ്റെ കൂട്ടുകാരോടൊപ്പം മറ്റൊരു സ്കൂളിലേക്ക് പോവാൻ കഴിയാത്തതാണ്. തൻ്റെ നിവൃത്തികേട് കൊണ്ടാണെങ്കിലും അക്കാര്യം പറഞ്ഞ് തൻ്റെ മകനെ അടിക്കേണ്ടി വന്ന അമ്മയുടെ അവസ്ഥ ഓർത്തും എനിക്കേറെ സങ്കടമായി. അടുത്ത ചോദ്യം നോക്കൂ. എഴുത്തിൻ്റെ കരുത്ത്. അതുകൊണ്ട് പരുപരിപ്പുകളിൽ കൂടി ഞങ്ങൾ വളർന്നു. അടിവരയിട്ട പ്രയോഗം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കുട്ടിക്കാലത്ത് സഹിച്ച കഷ്ടപ്പാടുകളെയാണല്ലേ സൂചിപ്പിക്കുന്നത്. മറ്റൊരു പ്രയോഗം നോക്കൂ. ശേഷിയുള്ളത് ശേഷിക്കും എന്ന മട്ടിൽ ഞാൻ വളർന്നു കയറി.
പാഠത്തിൽ ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ ഇനിയുമുണ്ട്. അവ കണ്ടെത്തി അവയുടെ ആശയം വിശദമാക്കി നോട്ടുപുസ്തകത്തിൽ കുറിക്കുമല്ലോ. 1. സ്നേഹത്തിന്റെ കരുതൽ നടപടികൾ. സ്നേഹവും വാത്സല്യവും പ്രകടമാക്കുന്നത് പല രീതിയിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കരുതലാണ്. അതായത് തന്നെ ആപത്തൊന്നും കൂടാതെ ആരു നോക്കുന്നുവോ അവർക്കാണ് തന്നോട് സ്നേഹമെന്നാണ് കരുതൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ കഥാകൃത്തിന്റെ അമ്മയ്ക്ക് സ്നേഹത്തിന്റെ ഒരു കരുതൽ നടപടികളും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്മയ്ക്ക് തന്റെ മക്കളെ ശ്രദ്ധിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല എന്നാണ്. 2. പണക്കാരുടെയും പരിഹാസ നിപുണരുടെയും കണ്ണുകൾക്ക് ദുശകുനമായിട്ട്. ദാരിദ്ര്യത്തോടും കഷ്ടപ്പാടോടും കൂടിയാണ് കഥാകൃത്ത് വളർന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പണക്കാർക്കും പരിഹസിക്കുന്നവർക്കും എല്ലാം കഥാകൃത്ത് എന്നും ഒരു ദുശകുനമായിരുന്നു. നല്ലതു കൊണ്ടുവരാത്തവൻ എന്നതാണ് ദുശകുനം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ദരിദ്രനായ തന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ആർക്കും തന്നെ ഒരു ഉപകാരവുമില്ല എന്നതുകൊണ്ടാണ് കഥാകൃത്തിനെ ഒരു ദുശകുനമായി അദ്ദേഹം തന്നെ ഉപമിക്കുന്നത്. 3. പഴങ്കഞ്ഞി. ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും പ്രതീകമായി മാറുന്നു ഇത്. 4. കൊച്ചു ഹൃദയത്തിൽ ചിരട്ടത്തീ കത്തിച്ചു തുടങ്ങിയത്. കഥാകൃത്തിന്റെ മനസ്സിലുണ്ടായ പേടിയെയും ആകുലതകളെയുമാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത പ്രവർത്തനം നോക്കൂ. അമ്മയെക്കുറിച്ച്. താഴെ ചേർത്ത കവിതകൾ ഗ്രൂപ്പുകളിൽ വായിച്ച് ചർച്ച ചെയ്യുക. എന്നിട്ട് ഓരോ കവിതയിലും അമ്മയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി പറയുക. നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ആദ്യത്തെ കവിത നോക്കൂ. അമ്മയെ കെട്ടിപ്പിടിച്ചു കിടക്കുമ്പോൾ അപർണ പറഞ്ഞു, അമ്മയ്ക്ക് നല്ല മണം. എന്തു മണം? അമ്മ മണം. എന്താണ് ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് നോക്കാം. അമ്മയെ കെട്ടിപ്പിടിച്ചുറങ്ങുന്നത് വല്ലാത്ത സുഖമുള്ള അനുഭൂതിയാണ്. അമ്മയുടെ ചൂട് പറ്റി ഉറങ്ങുമ്പോൾ വേറെ എവിടെയും കിട്ടാത്തൊരു സന്തോഷവും സമാധാനവും നമുക്ക് അനുഭവപ്പെടാം. അത്തരമൊരു ആശയമാണ് ഈ കവിതയിലൂടെ പറയുന്നത്. അമ്മയ്ക്ക് എന്തു മണം എന്ന് ചോദിക്കുമ്പോൾ അമ്മ മണം എന്നാണ് കുട്ടി പറയുന്നത്. എന്താണ് അമ്മ മണം എന്ന് വിശദീകരിക്കാൻ നമുക്ക് വാക്കുകളില്ല. അതിൽ അമ്മയുടെ വിയർപ്പിന്റെ മാത്രമല്ല, കഷ്ടപ്പാടിന്റെയും സങ്കടത്തിന്റെയും അനുഭവങ്ങളുടെയും എല്ലാ മണം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കവിത നോക്കൂ. ഞാൻ ആദ്യമായി നീരുറവ കണ്ടത് എൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്നാണ്. ഒരു വെയിലായി എനിക്കതിനെ വറ്റിക്കാനാവുമോ? അമ്മയുടെ കണ്ണീരിനെയാണ് ഇവിടെ നീരുറവയായി കുട്ടി വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ കണ്ണുനീരിനെ ഒരു വേനലായി വന്ന് തനിക്ക് വറ്റിക്കാനാവുമോ എന്ന് കുട്ടി ആഗ്രഹിക്കുന്നു. തൻ്റെ അമ്മയുടെ കണ്ണീരിന് ഒരു ശമനം വരുത്താൻ തനിക്ക് സാധിക്കുമോ എന്ന ആഗ്രഹമാണ് ഈ വരികളിലൂടെ പ്രകടമാകുന്നത്. മൂന്നാമത്തെ കവിത നോക്കൂ. കറിയുപ്പ് തീർന്നു എങ്കിലും വിയർപ്പ് കുറുക്കിയെടുത്ത് അമ്മ കഞ്ഞിയുണ്ടാക്കി. രാവന്തിയോളം വിശ്രമമില്ലാതെ പണിയെടുക്കുന്നവളാണ് അമ്മ. അമ്മയുടെ അധ്വാനത്തെയാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കറിയുപ്പില്ലെങ്കിലും അമ്മയുടെ വിയർപ്പ് കൊണ്ട് കുറുക്കിയെടുത്ത് ഉപ്പാക്കി അമ്മ കഞ്ഞി ഉണ്ടാക്കി എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. അമ്മയുടെ ആ അധ്വാനത്തിന്റെ വിയർപ്പിനെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ഇനി അവസാനത്തെ കവിത നോക്കൂ. അടുക്കളയ്ക്ക് കറുപ്പു നിറം, പുകയും വിറകിൻ കറുപ്പു നിറം, എത്ര തിരക്കിലും എന്നെ കണ്ടാൽ അമ്മ മനസ്സിൽ മുല്ല നിറം. അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചാണ് ഈ വരികളിൽ പറയുന്നത്. തീയിലും പുകയിലും കിടന്ന് അമ്മയും അടുക്കളയും ഒരുപോലെ കറുത്തിരിക്കുന്നു. പക്ഷേ ആ സമയത്തും മക്കളെ കാണുമ്പോൾ അമ്മയുടെ ഉള്ളം സന്തോഷം കൊണ്ട് വെളുക്കുന്നു. എത്ര കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലുമാണെങ്കിലും മക്കൾ എന്നത് അമ്മയ്ക്ക് എന്നും സമാധാനവും സന്തോഷവുമാണ്. ആ സമാധാനത്തെയും സന്തോഷത്തെയുമാണ് ഉള്ളം മുല്ലപ്പൂവിന്റെ നിറം എന്നതുകൊണ്ട് കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. താരതമ്യം ചെയ്യാം. ഒരു ലേഖന ഭാഗം വായിക്കാം. സാധാരണ മട്ടിലുള്ള ഒരു അണുകുടുംബം. പ്രഭാതം. സ്കൂൾ വിദ്യാർത്ഥിയായ മകൻ ഊൺമേശപ്പുറത്ത് പുസ്തകങ്ങൾ നിരത്തിവെച്ച് പഠിക്കുകയാണ്. ഇടയ്ക്കൊരു സമയത്ത് അവൻ അമ്മയെ വിളിച്ചു. ആദ്യം പതുക്കെ, പിന്നെ തെല്ലുറക്കെ. അങ്ങനെ 3-4 വട്ടം. അവർ വിളി കേട്ടില്ല. അമ്മ തൊട്ടപ്പുറത്ത് അടുക്കളയിലുണ്ട്. പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് തുടങ്ങിയ പണിയാണ്. തിരക്കോട് തിരക്ക്. വീട്ടിൽ 4 ആളുണ്ടെങ്കിൽ അവർക്ക് 5 തരം വിഭവം വേണം. ഒരു കൈ സിങ്കിലെ പാത്രങ്ങളിൽ, ഒരു കൈ കുക്കിംഗ് സ്റ്റൗവിൽ, ഒരു കൈ ചിരവയിൽ, ഒരു കൈ മിക്സിയിൽ. അങ്ങനെ ചടുല നർത്തനമാണ്. ഇതൊക്കെ കഴിഞ്ഞു വേണം കുളിച്ചൊരുങ്ങി ഇറങ്ങി ഓടാൻ. ബസ് പിടിച്ച് ആഫീസിലെത്തേണ്ടേ? ആരും നിർബന്ധിച്ചിട്ടല്ല. സമയത്ത് ജോലിക്കെത്തണമെന്നൊരു താല്പര്യം. ഉള്ളിലെ രോഷവും സങ്കടവും മകന്റെ വിളിയെ അവഗണിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. അശോകൻ ചെരുവിലിന്റെ സംഗീതാർദ്രമായ 2 അക്ഷരം എന്ന ലേഖനത്തിലെ ചെറുഭാഗമാണ് കേട്ടോ. ചോദ്യം നോക്കൂ. പൊൻകുന്നം വർക്കിയുടെയും അശോകൻ ചെരുവിലിന്റെയും രചനകളിലെ അമ്മമാരുടെ ജീവിതാവസ്ഥ കാണിച്ചു തരുന്ന ചില സൂചനകൾ നോക്കൂ. പൊൻകുന്നം വർക്കിയുടെ അമ്മ പാവപ്പെട്ട കുടുംബമാണ്. മക്കളുടെ പഠനത്തിൽ ശ്രദ്ധിക്കാനാവുന്നില്ല. വിദ്യാഭ്യാസമില്ല. കൂലിപ്പണി എടുക്കുന്നു. നിവൃത്തികേടുകൊണ്ട് മകനെ അടിക്കേണ്ടി വരുന്നു. മകനോടുള്ളിൽ സ്നേഹമുണ്ട്. അശോകൻ ചെരുവിലിന്റെ രചനയിലെ അമ്മ. ഇടത്തരം കുടുംബം. താല്പര്യമുണ്ടെങ്കിലും പറ്റുന്നില്ല. ഓഫീസ് ജോലിയുണ്ട്. നിവൃത്തികേടുകൊണ്ട് മകന്റെ വിളിക്കുത്തരം കൊടുക്കാൻ കഴിയാതെ വരുന്നു. മകനോടുള്ളിൽ സ്നേഹമുണ്ട്. സൂചനകളുടെയും നിങ്ങൾ കൂട്ടിച്ചേർത്തവയുടെയും സഹായത്തോടെ 2 അമ്മമാരുടെയും ജീവിതം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക.
ദാരിദ്ര്യം മൂലം സ്വന്തം മകന്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കേണ്ടി വന്ന അമ്മയുടെ പ്രതിസന്ധികളാണ് പൊൻകുന്നം വർക്കിയുടെ എൻ്റെ അമ്മയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്കൂളിൽ പോവാനും പഠിക്കാനും എല്ലാം ആഗ്രഹങ്ങളുള്ള കഥാകാരന്റെ സ്വപ്നങ്ങളും അതേസമയം നിവൃത്തികേടുകൊണ്ട് മകന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത സാധുവായ അമ്മയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. അച്ഛനില്ലാത്ത ആ വീട്ടിൽ ഇരുവയർ നിറയ്ക്കാൻ കഷ്ടപ്പെടുന്ന അമ്മയുടെ പ്രയാസങ്ങളിൽ മകനോട് എല്ലാത്തിനും അരുതെന്ന് ആ അമ്മയ്ക്ക് പറയേണ്ടി വരുന്നു. മകനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള സാഹചര്യമില്ലാത്ത അമ്മയെയാണ് ഇതിൽ കാണാനാവുന്നത്. അശോകൻ ചരുവിലിന്റെ സംഗീതാർദ്രമായ രണ്ടക്ഷരം എന്ന ലേഖനത്തിലും നമുക്കൊരു അമ്മയെയും മകനെയും കാണാം. അന്നാന്നുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരു ഇടത്തരം കുടുംബത്തെയാണ് ഇതിൽ എഴുത്തുകാരൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഓഫീസിലേക്ക് നേരത്തെ എത്താനായി വീട്ടുജോലികൾ ധൃതിയിൽ തീർക്കുന്ന ഒരമ്മ. 4 ആൾക്ക് 5 തരം വിഭവങ്ങൾ വെക്കണം. പാത്രങ്ങളെല്ലാം കഴുകി അടുക്കി വെക്കണം. മിക്സിയിൽ, കുക്കറിൽ, അടുപ്പിൽ തുടങ്ങി അടുക്കളയിലെ 4 കോണിലും അവളുടെ കൈകൾ എത്തണം. ഈ ജോലി തിരക്കുകൾക്കിടയിൽ മക്കളുടെ കാര്യങ്ങളും നോക്കണം. മകന്റെ അമ്മേ എന്നുള്ള തുടർച്ചയായ വിളികളെ അവഗണിക്കേണ്ടി വരുന്ന ഒരമ്മയെയാണ് നമുക്കിവിടെ കാണാനാവുന്നത്. പൊൻകുന്നം വർക്കിയുടെ എൻ്റെ അമ്മ എന്ന കഥയിൽ കഷ്ടപ്പാടുകൾക്ക് നടുവിൽ മകന്റെ ആഗ്രഹം നിറവേറ്റാൻ സാധിക്കാതെ വരുന്ന അമ്മയെയും, അശോകൻ ചരുവിലിന്റെ സംഗീതാർദ്രമായ രണ്ടക്ഷരം എന്ന ലേഖനത്തിൽ ജോലി തിരക്കുകൾക്കിടയിൽ മകന്റെ വിളിയെ അവഗണിക്കേണ്ടി വരുന്ന അമ്മയെയുമാണ് നമുക്ക് കാണാനാവുന്നത്. അപ്പോൾ മക്കളെ, എൻ്റെ അമ്മ എന്നുള്ള ഈ പാഠഭാഗം മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? ഇത്രയും പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് അടിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്